Hi dear students, today we are discussing some terms related to issue of shares, and the first term that we will discuss is with regard to the face value. What is face value? Face value is also called nominal value. Actually, nominal value of shares mentioned in the memorandum of association of the company is called നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ. അതായത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. അതിൽ കൃത്യമായി പറയും കമ്പനിയുടെ ക്യാപിറ്റൽ ഇത്രയാണ്, കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇത്രയാണ്, ഒരു ഷെയറിൻ്റെ വില ഇത്ര രൂപയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് 1000 രൂപയുടെ 100 ഷെയറുകളാണ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണ്. ഇങ്ങനെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്ന പ്രൈസിനെയാണ് ഈ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ അനദർ ടേം ഈസ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് ഈസ് ദ പ്രൈസ് അറ്റ് ടു വിച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ദ പബ്ലിക്. കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഷെയർ ആയിരിക്കാം, പക്ഷേ ഇഷ്യൂ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ പ്രീമിയമൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടായിരിക്കാം. 10 രൂപക്ക് വരും 11 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. ഏത് പ്രൈസിനാണോ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നത് ആ പ്രൈസിനെയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഇഷ്യൂ പ്രൈസുമായി ബന്ധപ്പെട്ട് 2-3 ടേംസാണ്. ഇഷ്യൂ മേ ബി അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. നമ്മൾ പറഞ്ഞു 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം, 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം, 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം. അതായത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ വിലക്കോ കുറഞ്ഞ വിലക്കോ ഇഷ്യൂ ചെയ്യാം. ആ ഇഷ്യൂ പ്രൈസുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇഷ്യൂ അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാല്യൂ ആണ്. നോമിനൽ വാല്യൂവിനെ ഫേസ് വാല്യൂവിനെയാണ് നമ്മൾ പാർ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്യൂ അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് വിൽ ബി ഈക്വൽ ടു ദ ഫേസ് വാല്യൂ. അതായത് ഫേസ് വാല്യൂവിന് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഫേസ് വാല്യൂവും പാർ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ അതാണ് ഇഷ്യൂ അറ്റ് പാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 10 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ അറ്റ് പാർ. ദെൻ അനദർ കേസ് ഈസ് ഇഷ്യൂ അറ്റ് എ പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ സാധാരണ വാല്യൂവിനേക്കാൾ കൂടിയതിനെയാണ് നമ്മൾ പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർ വാല്യൂ, ഗ്രേറ്റർ ദാൻ ദ ഫേസ് വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ അറ്റ് എ പ്രീമിയം. ഫോർ എക്സാമ്പിൾ ഷെയർസ് ഓഫ് ₹10 മേ ബി ഇഷ്യൂഡ് അറ്റ് ₹12. 10 രൂപയുടെ ഷെയർ 11 രൂപക്കോ 12 രൂപക്കോ ഇഷ്യൂ ചെയ്യാം. അതായത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ പ്രൈസിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം. അപ്പോൾ പ്രീമിയം എന്ന് പറയുമ്പോൾ ഹയർ വാല്യൂ ആണ്. ദെൻ ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട്. ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഓൺലി ഫോർ എ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. മുമ്പ് ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നില്ല. ഏത് കമ്പനികൾക്കും ഏത് ഷെയറും ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂ പ്രൈസ് ലെസ്സർ ദാൻ ദ ഫേസ് വാല്യൂ. 10 രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ അത് അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് 9 രൂപക്കോ 8 രൂപക്കോ ഒക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസ്കൗണ്ടിനുള്ള ഇഷ്യൂ മുമ്പ് ഏത് കമ്പനികൾക്കും, അതായത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഓൺലി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് എന്നാണ് അർത്ഥം അല്ലേ. നമ്മുടെ എഫേർട്ടിനെ കണക്കാക്കിയിട്ടാണ്, നമ്മൾ അധ്വാനത്തെ കണക്കാക്കിയിട്ടാണ് സ്വെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എഫേർട്ട് എടുത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഡയറക്ടേഴ്സ്, ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി ഫസ്റ്റ് ടൈം സെക്രട്ടറി, ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം പലപ്പോഴും ഒരു കമ്പനി ഇനീഷ്യൽ സ്റ്റേജിൽ അതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ എഫേർട്ടിനെ കണക്കാക്കി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊമോട്ടർ
കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷനും മറ്റു പ്രോസസ്സുകളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണ് പ്രൊമോട്ടർ. അയാൾ കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് തന്നതിന് പാരിതോഷികമായിട്ട് അയാൾക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാം കമ്പനി. അപ്പോൾ ആ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ ഷെയർ ചിലപ്പോൾ ഒന്നുകൂടി കുറഞ്ഞ വിലയ്ക്ക് 8 രൂപക്കോ 7 രൂപക്കോ അല്ലെങ്കിൽ 2 രൂപക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ടു പ്രൊമോട്ടേഴ്സ്, ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ്, ഫസ്റ്റ് ടൈം ഓഫീസേഴ്സ് എക്സെട്ര ഇൻ കൺസിഡറേഷൻ ഓഫ് ദെയർ എഫേർട്സ്. ഒരാളുടെ എഫേർട്ട് പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 2013 ആക്ട് പ്രകാരം ഓൺലി ഫോർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വി ക്യാൻ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് സ്വെറ്റ് ഇക്വിറ്റി ഷെയറിന് മാത്രമേ ഡിസ്കൗണ്ട് അനുവദനീയമായിട്ടുള്ളൂ പുതിയ ആക്ട് പ്രകാരം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസാണ്. സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു ടേം ഉപയോഗിച്ചിരുന്നു. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന പാർട്ട്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 1,00,000 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്താലും നമ്മൾ പരസ്യം ചെയ്യുമ്പോഴേക്ക് പബ്ലിക് വാങ്ങിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു 1,00,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ 90,000 അപ്ലിക്കേഷൻ മാത്രം കിട്ടുമെങ്കിൽ ആ 90,000 അപ്ലിക്കേഷനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫുൾ സബ്സ്ക്രിപ്ഷൻ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഓർ ഓഫേർഡ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത ഷെയറും ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 1,00,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, പരസ്യം ചെയ്യുന്നു, പബ്ലിക്ക് കറക്റ്റ് 1,00,000 ഷെയറുകൾക്ക് അപ്ലിക്കേഷൻ നൽകുന്നു. നമ്മൾ എത്രയാണോ ഇഷ്യൂ ചെയ്തത് അത്ര ഷെയറിന് മാത്രം അപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ, അത്രയും മാത്രം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫുൾ സബ്സ്ക്രിപ്ഷൻ. ക്ലിയർ ആണോ? 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, 1,00,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ കിട്ടുന്നു, അതായത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫുൾ സബ്സ്ക്രിപ്ഷൻ. അനദർ ടേം ഈസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. Under subscription denotes if the number of shares applied for is less than number of shares issued or offered. Number of shares applied number of shares issuedനേക്കാൾ കുറവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് 1,00,000 ആണ്, 1,00,000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഇതിനേക്കാൾ കുറവാവുക. 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുക, പക്ഷേ 80,000 ഷെയറിന് മാത്രം അപ്ലിക്കേഷൻ കിട്ടുക. നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ 80,000 ആണ്, നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് 1,00,000 ആണ്. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ്. ഈ കേസിൽ അക്കൗണ്ടിങ്ങിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. നമ്മൾ എത്ര ഷെയറിനാണോ അപ്ലിക്കേഷൻ കിട്ടിയത് അതിന് മാത്രം അക്കൗണ്ട് ചെയ്താൽ മതി. 80,000 കിട്ടിയാൽ 80,000 മാത്രം അക്കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ. ദെൻ തേർഡ് കേസ് ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഓവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുക, പക്ഷേ 1,50,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ കിട്ടുക. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ. നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ഈസ് മോർ ദാൻ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ഓർ ഇഷ്യൂഡ്. ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ 1,00,000 രൂപയുടെ 1,00,000 ഷെയറിന് അപ്ലിക്കേഷൻ ക്ഷണിച്ച് 1,50,000 അപ്ലിക്കേഷൻ കിട്ടിയാൽ നമ്മൾ ഈ 1,50,000 അപ്ലിക്കേഷൻ മണി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന കേസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി 1,00,000 രൂപയുടെ 10 രൂപ വാല്യൂ ഉള്ള 10,00,000 രൂപയുള്ള, അതായത് 1,00,000 ഷെയറാണ് 10 രൂപ വെച്ച് 10,00,000 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പബ്ലിക് വാങ്ങിക്കൊള്ളുന്നില്ല. അപ്പം എത്ര ഷെയർ പബ്ലിക് വാങ്ങിയാൽ കമ്പനിക്ക് ഷെയർ ഇഷ്യൂവുമായിട്ട് മുന്നോട്ട് പോവാം, അതല്ലെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ ഫങ്ഷനിങ് തുടങ്ങാം, ഇത് ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ക്യാപിറ്റൽ
A company cannot allot any security to the public unless minimum subscription stated in the prospectus has been subscribed or raised. ഒരു കമ്പനിക്ക് ഏത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോഴും ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ ഏത് ഇഷ്യൂ ചെയ്യുമ്പോഴുമുള്ള ഒരു കണ്ടീഷനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഇഷ്യൂവുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി, ഈ 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് ഒരു 10,000 ഷെയറാണ് അല്ലെങ്കിൽ 50,000 ഷെയറാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ 50,000 ഷെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ഷെയറിൽ നിന്ന് 50,000 അപ്ലിക്കേഷൻ കിട്ടിയാൽ മാത്രമേ അടുത്ത പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാനും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 40,000 ഷെയറിനുള്ള അപ്ലിക്കേഷനെ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. കമ്പനിക്ക് ആ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആ 40,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ കിട്ടിയ പൈസ പബ്ലിക്കിന് തിരിച്ചു കൊടുക്കണം. അപ്പം മിനിമം ഇഷ്യൂ ചെയ്യണമെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ കമ്പനിക്ക് ഇറ്റ് കനോട്ട് അലോട്ട് സെക്യൂരിറ്റി ടു ദ പബ്ലിക് അൺലെസ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ റേസ്ഡ്. ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ദ എമൗണ്ട് which in the opinion of the board of directors must be raised by issue of shares so that the company has necessary fund to carry out its objects. അപ്പോൾ വാട്ട് ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് വിച്ച് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ബി റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡയറക്ടർ ബോർഡിൻ്റെ അഭിപ്രായത്തിൽ കമ്പനിക്ക് പ്രവൃത്തിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ അല്ലേ അതിൻ്റെ ഒബ്ജക്റ്റീവുമായി മുന്നോട്ട് പോകണമെങ്കിൽ മിനിമം റേസ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി, ആ കമ്പനിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെങ്കിൽ മിനിമം 50,000 രൂപയെങ്കിലും വേണം എന്ന് ഡയറക്ടർ ബോർഡ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ 50,000 രൂപേനെയാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ആദ്യമേ ഇത് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ കമ്പനിയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയായിരിക്കണം. ഇത് വെറുതെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ എമൗണ്ടാണ്. ഇത് അല്ലേ ആസ് പെർ റൂൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക്കിന് അലോട്ട് ചെയ്യണമെങ്കിൽ ഷെയർ അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റിയായും അലോട്ട് ചെയ്യണമെങ്കിൽ മിനിമം കിട്ടിയിരിക്കേണ്ട ക്യാപിറ്റലിനെയാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് കുറച്ച് തിയറി ഏരിയാസ്. നെക്സ്റ്റ് ഡേ തൊട്ട് അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ജേണൽ എൻട്രീസാണ്, ഓരോ സ്റ്റേജിലും വരുന്ന ജേണൽ എൻട്രീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.